ഇത് മാസ് മോട്ടോഴ്സിലാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കോൾ പറഞ്ഞാണ് വർക്ക് എന്ന് പറഞ്ഞാൽ മൈലേജ് ചെക്കപ്പ്, മൈലേജ് ട്യൂണിങ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സെൽഫ് വർക്ക് ചെയ്യുള്ളൂ, അപ്പോൾ അതൊന്ന് റെഡി ആക്കണം. സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 വർക്കാണ് പറഞ്ഞേക്കണേ. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഓടിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ചെയിനൊക്കെ ചെറിയൊരു അടിയുണ്ട്, അപ്പോൾ അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. പിന്നെ സെൽഫ് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻ്റാണ്. മോട്ടറിൻ്റെ അത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഈ ബ്രഷ് ടെർമിനലൊക്കെ ബ്രഷൊക്കെ പിടിപ്പിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതിനകത്ത് ഓൾറെഡി അതിൻ്റെ സ്ക്രൂ ഒക്കെ ഒടിഞ്ഞ് പോയിട്ട് സെപ്പറേറ്റ് സോൾഡർ ചെയ്തൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ബ്രഷ് തീർന്നിട്ടുണ്ട്. അതാണ് മെയിൻ കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്കിത് ഈ ഐറ്റം ഇതേപോലെ മേടിക്കാൻ കിട്ടും. കാരണം കമ്പനി ആയിട്ടല്ല, പുറമെ കിട്ടും നമുക്ക് മേടിക്കാനായിട്ട്. അപ്പോൾ അത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അതും കൂടി അത് മാറ്റി സെറ്റ് ചെയ്യുക, അപ്പോഴാണ് അത് ക്ലിയർ ആവുള്ളൂ. നമുക്കിതിൻ്റെ ആർമേച്ചർ തേമാനം ഉണ്ട്. ആർമേച്ചറിൻ്റെ ഈ ഭാഗമൊക്കെ അത്യാവശ്യം സ്റ്റെപ്പ് പോലെ വന്നിട്ട് തേമാനം വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു സൗണ്ട് വ്യത്യാസം, ഒരു എരമ്പൽ സൗണ്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് മോട്ടർ ആർമേച്ചറിന് വേറെ കംപ്ലയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മോട്ടർ ഈ ഒരു യൂണിറ്റ്, ഈ ഒരു ഹോൾഡർ അസംബ്ലി മാറ്റി നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇതിനെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 500 താഴെ നമുക്ക് വന്നുണ്ട് ഈ ഐറ്റത്തിന്. സെൽഫ് മോട്ടർ അസംബ്ലിക്ക് ഏകദേശം 2000 രൂപ അടുത്താണ് നിലവിൽ വന്നത് കേട്ടോ. അപ്പോൾ മോട്ടറിൻ്റെയാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ ഞാനതൊന്ന് ഇത് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ നമുക്ക് വണ്ടിക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ മൈലേജ് ഇല്ല എന്നുള്ളൊരു കേസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്താണ് വണ്ടിയാണ്. അപ്പോൾ അതിന് ശേഷം ഏകദേശം ഒരു മാസം കണ്ട് കഴിഞ്ഞ് 1 മാസം 2 മാസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിനകത്ത് വീണ്ടും കംപ്ലയിൻറ്റ് വന്നിരുന്നു. അതായത് വാൽവ് ഗേഡിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോയിട്ട് രണ്ടാമത് നമ്മൾ വാറണ്ടി പീരീഡിലാണ് അത് അഴിച്ച് ക്ലിയർ ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് പിന്നെ വണ്ടി സർവീസിൻ്റെ ഹിസ്റ്ററി ഒന്നും നമ്മളിതിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ മൈലേജുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ പ്ലഗിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ പ്ലഗിൻ്റെ പോയിൻ്റൊക്കെ നല്ല ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ ഇരിക്കുക. അപ്പോൾ തീരെ ഷോർട്ടേജ്, അതായത് പെട്രോൾ കത്തണേൻ്റെ അളവിൽ വലിയ വേരിയേഷൻസ് കാണിക്കുന്നില്ല. ഞാൻ നിലവിൽ കാർബറേറ്റർ ഒന്നുകൂടി ട്യൂൺ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടേക്കാം. അതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതലായിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കാർബറേറ്ററൊക്കെ ഒന്ന് അഴിക്കേണ്ടതായിട്ട് വരും. പ്രത്യക്ഷത്തിൽ ചാടി കയറി കാർബറേറ്റർ അഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളിൽ തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന പെട്രോളിൽ തന്നെ മായമുണ്ട്. അതായത് 20% എത്തനോളാണ് വരിക. അപ്പോൾ അതിൻ്റെ ഒരു മൈലേജ് ഷോട്ട് യൂണിക്കോൺ മോഡലിനൊക്കെ ഏകദേശം 1 ലിറ്ററിന് ഏകദേശം ഒരു 3 കിലോമീറ്ററൊക്കെ വരെ സാധാരണ രീതിയിൽ കാണിക്കാറുണ്ട്. അത് ഇപ്പോൾ കോമൺ ആണ്. കാരണം അപ്പോൾ അത് ഏത് വണ്ടി ആയാലും ആക്ടിവയ്ക്ക് ആണെങ്കിലും ആക്ടിവയ്ക്ക് ഏകദേശം 2 കിലോമീറ്ററോളം വ്യത്യാസം വരുന്നുണ്ട് നോർമൽ നമുക്ക് ഇപ്പോഴത്തെ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ 50 കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ 48 ആക്ടിവയ്ക്ക് കിട്ടുള്ളൂ. നമ്മുടെ വണ്ടിക്കൊക്കെ ഏകദേശം ഒരു 47 വരുള്ളൂ. അത്തരം ഡിഫറൻസ് ഓൾറെഡി പെട്രോളിൽ തന്നെ വരുന്നുണ്ട്. ബാക്കിയത്തെ മൈലേജ് ഷോർട്ട് ആവാൻ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടാവാം, അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫ്യൂലിൻ്റെ കൺസപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണിക്കുന്ന ലക്ഷണം വെച്ച് നോക്കുമ്പോൾ അതൊരു മോശം ഫയറിങ് അല്ല അതിൻ്റെ ഉള്ളിൽ നടക്കണമെന്നുള്ള ദിവസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പക്ക ബ്ലാക്ക് ഷെയ്ഡിനകത്തായിരിക്കും നിൽക്കുക. അതല്ലെങ്കിൽ ഓൾറെഡി ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് മാറും. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ മോർണിംഗിലൊക്കെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യതയും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിലവിൽ ഞാൻ കാർബറേറ്റർ ട്യൂണിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം സെൽഫ് മോട്ടറിൻ്റെ ഒക്കെ ഒന്ന് റെഡിയാക്കി പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ കൂട്ടത്തിലുള്ള ചെയിൻ കാര്യങ്ങളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കാര്യങ്ങളിലൂടെ. പിന്നെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല ഇതുവരെ. എനിക്ക് മുമ്പ് ഒരു പ്രാവശ്യം കംപ്ലയിൻറ്റ് വന്നപ്പോൾ നമ്മളതിൻ്റെ CDA എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഒന്നും പഴയത് ഇവിടെ കിടന്ന് നമ്മൾ എടുത്ത് വെച്ചതെന്നാണ്. അതൊന്ന് ഇരിക്കണമായിട്ട് കേട്ടോ. അതൊന്ന് നമ്മൾ വേറൊരു വണ്ടിയുടെ മാറ്റി കളഞ്ഞു. അത് കമ്പനി ആയിട്ടല്ല ഇതുമ്പോൾ കിടക്കണേ. അത് വേറൊരു വണ്ടിയുടെ, നമ്മുടെ വണ്ടിയുടെ ഡാമേജ് വന്ന് പോയി കഴിഞ്ഞപ്പോൾ വേറൊരു വണ്ടിയെ മാറ്റി കളഞ്ഞത് എടുത്ത് സെറ്റ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം കൊണ്ടും ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. CDI എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ കേട്ടോ. ഏകദേശം ഒരു 2000 ചില്ലാൻ രൂപ വിലയുള്ള ഐറ്റമാണ്. അന്ന് നമുക്ക് ഐറ്റം നമ്മുടെ പാർട്സ് അവൈലബിൾ ഒരു സ്ഥലത്തും കിട്ടാനും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ മിസ്സിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻ്റ് ഉള്ള വണ്ടിയുടെ മാറ്റി കളഞ്ഞാണ് ഇതുമേക്ക് കയറ്റി വെച്ചായിരുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ പൈസ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ മാറ്റി കളഞ്ഞ് ജസ്റ്റ് കയറ്റി വെച്ച് വണ്ടി ഓടിക്കാൻ തന്നുള്ളൂ. അങ്ങനത്തെ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കംപ്ലയിൻറ്റും കിട്ടിയിട്ടില്ല. ഇനി വന്നാൽ തന്നെ വരാൻ സാധ്യതയുള്ളൊരു ഐറ്റം അതാണ്. ബാക്കിയത്തെ വേറെ പ്രോബ്ലംസ് ഒന്നും പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നില്ല. മൈലേജിൻ്റെ ദിവസം നമ്മൾ ഒന്നുകൂടി ക്ലീൻ ചെയ്ത് നോക്കാം, ട്യൂൺ ചെയ്ത് നോക്കാം. അതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റർ, ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്ററൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. ബാക്കിലത്തെ ഇൻഡിക്കേറ്ററും ഓൾറെഡി ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. അത് മാറ്റുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ, ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് പറയാം. ഏകദേശം ഒരു 250 രൂപ അടുത്താൽ കണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ റേറ്റ് വരാം. ഫ്രണ്ടിലത്തെ എന്തെങ്കിലും ഒടിഞ്ഞു പോയി, ബാക്കിലത്തെ ഏതാണ്ട് ഒരു അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞേരെ, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ബാക്കിയത്തെ ഈ വർക്കുകൾ ചെയ്തു വരുമ്പോൾ ഏകദേശം എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം.
നമ്മുടെ ഇതിക്ക് മുമ്പ് ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൻ്റെ ലിങ്ക് കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം അതിക്ക് മുമ്പ് ചെയ്ത വണ്ടികളുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷം 2 മാസം അങ്ങനെ ആയിട്ടുണ്ട് ചെയ്തു പോയിട്ട് കേട്ടോ. ഓക്കെ.